ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസ് കേൾക്കും, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക, നിങ്ങൾ എന്നെ ഫോക്കസ് ചെയ്യുക. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതും ഡെയിലി മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡെയിലി ട്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ബട്ട് ഇറ്റ്സ് ഫോർ കോളേജ് മേക്കപ്പ് ലുക്ക്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്ന ടൈപ്പ് ഒരു മേക്കപ്പ് ലുക്ക്. സോ ഞാൻ ഇന്ന് ആ ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടോണർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണറാണ്. സോ നമുക്ക് നമ്മുടെ ടോണർ അപ്ലൈ ചെയ്യാം. വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ടോണർ എടുക്കാവുള്ളൂ. നമ്മൾ വലിച്ചു വാരി വെള്ളം പൊത്തുന്ന പോലെ ഫേസിൽ പൊത്തല്ല. സോ നമുക്ക് നമ്മുടെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിൻ എപ്പോഴും വെറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എന്നാലേ നമ്മുടെ മേക്കപ്പ് നമ്മുടെ സ്കിന്നിൽ നല്ലോണം സെറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. സോ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സിറം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ സിറമായിട്ട് ഞാനിവിടെ ഡോട്ടൻകിയുടെ ഒരു കുഞ്ഞ് സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്പോട്ട് റിഡക്ഷൻ ഫേസ് സിറമാണ്. സോ നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് സിറം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. സിറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ നമുക്കൊരു സ്റ്റിക്കി ടെക്സ്ചർ ഫീൽ ചെയ്യും. അത് നമ്മുടെ മേക്കപ്പിനെ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ഐ ഗോ വിത്ത് മോയ്സ്ചറൈസർ, ലാക്മി പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ. ഇത് വളരെ ലൂസി കൺസിസ്റ്റൻസിയാണ്. സോ നമുക്കൊരു മീഡിയം എമൗണ്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. എപ്പോഴും മേക്കപ്പിന്റെ ബേസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വോണ്ട് ടു ബി കുറച്ച് സ്റ്റിക്കി, കുറച്ച് ഓയിലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ വേണം. എന്നാലേ നമ്മൾ എന്തൊരു മിനിമൽ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൽ അത് നല്ലോണം ഇരിക്കുള്ളൂ. സോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഡാംഡോക്കിന്റെ 4% നയാസിനമൈഡ് ആൻഡ് SPF 50 PA+ ഉള്ളത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ 2 ഫിംഗർ റൂൾ വൈസ് തന്നെ അപ്ലൈ ചെയ്യുക. ആ ഒരു എമൗണ്ട് ആണ് നമ്മുടെ സ്കിന്നിൽ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ സൺസ്ക്രീനിൽ നമ്മൾ തീരെ പിശുക്കാൻ പാടില്ല. സൺസ്ക്രീൻ മസ്റ്റ് ബി ലാവിഷ്. സോ ദി നെക്സ്റ്റ് ഐ ഗോ വിത്ത് ദിസ് പോൺസിന്റെ BB ക്രീം. ഇത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ കണ്ണിനാണ് അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ കണ്ണിന്റെ ഡാർക്ക് സർക്കിൾസ് നമ്മൾ ഫൗണ്ടേഷനെ ഇത് വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. സോ നമുക്ക് നമ്മുടെ കണ്ണിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കണ്ണ് കൺസീൽ ചെയ്ത് മാറ്റാം. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് BB ക്രീം ആയിക്കോട്ടെ, കൺസീലർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സോ ഞാൻ എന്തായാലും ഈ ഒരു BB ക്രീം വെച്ചിട്ടാണ് എൻ്റെ ഐ കൺസീൽ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കൺസീലറോ ഒന്നുമില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിൽ കരുതാറുമില്ല. മിനിമൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ എപ്പോഴും ഇതിലൊരു കുഞ്ഞു വെറ്റ്നസ് നമ്മൾ കീപ്പ് ചെയ്യുക. സോ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഡാബ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എല്ലായിടത്തും സ്പ്രെഡ് ആയതിനു ശേഷം മാത്രം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാവുള്ളൂ. സോ നമ്മുടെ കണ്ണ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിലോട്ട് പോവാം. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നൈക്കയുടെ ഓൾ ഡേ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. സോ ഇതും നമ്മളൊരു വളരെ മിനിമൽ എമൗണ്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫുൾ ഡാബ് ചെയ്യാം. ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ വാരി വലിച്ചിടരുത്. നമ്മൾ 2 ഡ്രോപ്പ് ഇട്ടിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. സോ നമ്മൾ ഇത് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും കുറേ ഉള്ള പോലെ. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ഇത് പെർഫെക്റ്റ് ആവുന്നുണ്ടെന്ന്. സോ ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ ഫുള്ള് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒത്തിരി പൊട്ടിയടിച്ചൊരു ഫീലൊന്നും ഇല്ല. ട്രസ്റ്റ് മീ, നമ്മൾ നേരിട്ട് നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ പൊട്ടിയടിച്ച ഒരു ഫീലും വരില്ല. സോ ഇനി അടുത്ത് ഞാൻ ബ്ലഷ് ചെയ്യാൻ പോവാണ്. ബ്ലഷിന് ഞാൻ നോർമലി നമ്മുടെ കയ്യിലുള്ള ഏത് ഷെയ്ഡാണോ നമുക്ക് ബ്ലഷ് ആയിട്ട് വേണ്ടത് ആ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഞാൻ നോർമലി സ്റ്റുഡിയോയുടെ ഈ ഒരു സാറ്റിൻ ഡിവൈൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ചാണ് ത്രൂ ഔട്ട് ഓൾ ഡേയ്സ് ഞാൻ ബ്ലഷ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ നമുക്ക് വേണ്ടത്ര ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. നമ്മൾ ഡെയിലി, അതായത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ നമുക്ക് കയ്യിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിനി ഇത് നല്ലോണം സെറ്റ് ചെയ്തെടുക്കണം. സോ ഞാൻ നമ്മുടെ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു റോസിഷ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഫേസിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റ് പോയി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ഞാൻ ചെയ്യുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ ചീക്സ് കുറച്ച് ഗ്ലൂയി ആയിട്ട് നിൽക്കണം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിന് മേക്കപ്പ് ചെയ്യുമ്പോൾ. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഞെട്ടും ഇതാണോ എന്നുള്ളത്. യെസ് ഗൈസ്, ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവും. ജസ്റ്റ് ഒരു 10 റുപ്പീസിന്റെ കാര്യമുള്ളൂ. ഞാനത് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ആയൂറിന്റെ സ്ട്രോബെറി ലിപ് ബാം വെറും 10 രൂപയുള്ളൂ. എല്ലാ സ്ഥലത്തും നമുക്കിത് കിട്ടും. സോ ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം. സോ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡബ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഗ്ലോ നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഒരു ഗ്ലോ.
സോ അതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഗ്ലോ കൊടുക്കാൻ പറ്റും. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിന്റെ മുകളിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പോവാണ്. നോർമലി ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് അതേ ലിപ്സ്റ്റിക് വെച്ചാണ് ഞാൻ ഐ ഷാഡോ ഇടാൻ പോകുന്നത്. സോ നമുക്ക് ഐ ഷാഡോ ഇടാം. അതിന് വേണ്ടി ഞാൻ എന്താ ജസ്റ്റ് ഒരു ടിൻറ്റ് വന്ന പോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യും. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്യും. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ ആണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ കൊടുത്തേക്കുന്നതും ഈ ഒരു ടിൻറ്റിൻ്റെ. സോ നമുക്കിനി നമ്മുടെ കണ്ണിൽ ഐലൈനർ എഴുതാം. സോ ഐലൈനർ എഴുതാൻ ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ നോർമൽ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ഐലൈനർ വെച്ച് തന്നെയാണ് ഐലൈൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ ഐലൈൻ ചെയ്യാൻ വശമില്ല. സോ ഞാൻ ഐലൈനർ എഴുതിയിട്ട് വരാം. സോ എൻ്റെ ഐ ലൈനർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ അധികം കണ്ണിൽ ഒന്നും ഞാൻ അധികം ഇടാത്ത ആളാണ്. ഐലൈനേഴ്സും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഐലൈനർ ചെയ്യും. സോ ഐലൈനർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇടാം. സോ ഞാൻ ഈ ഒരു മേബ്ലിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മസ്കാരയാണ്. സോ നമ്മളിങ്ങനെ ജസ്റ്റ് അതൊന്ന് കളഞ്ഞിട്ടൊരു ലൈറ്റ് ഇത് വെച്ചിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. സോ ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണിൽ എനിക്ക് ലാഷസ് കുറവാണ്. സോ ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്യാം. അതിന് ഞാൻ വേറൊരു തീർന്നു പോയ ഒരു മസ്കാരയുടെ ബോട്ടിൽ കുറച്ച് ഞാൻ ഐലൈനർ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി ഞാൻ ഐബ്രോസ് പ്ലക്ക് ചെയ്തതേ ഇല്ല. അതാണ് ഇത്രയ്ക്ക് ഷേപ്പിലിരിക്കുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. സോ ലിപ്സ്റ്റിക്ക് നമ്മുടെ അടുത്ത് പല ഷെയ്ഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പല ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ലിപ്സ്റ്റിക്ക് നമ്മുടെ പല ഷെയ്ഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പല ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. ഒരു ന്യൂ ടൈപ്പ് ഡ്രസ്സിന്റെ കളർ അതാണെങ്കിൽ നമ്മളൊരു ന്യൂ ഷെയ്ഡ് അതായത് കമ്പൈൻ ചെയ്യും. സോ ഞാൻ ഇപ്പോൾ ഒരു ഇടിവെട്ട് കളറാണ്, മീൻസ് ഒരു ഓറഞ്ച് കളർ ഡ്രസ്സ് ഇടാൻ പോകുന്നുണ്ട് തന്നെ ഞാനൊരു റെഡിഷ് കുറച്ചിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ് ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ലിപ് ലൈനറും രണ്ട് ലിപ്സ്റ്റിക് ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ ലാക്മിയുടെ ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡും പിന്നെ നമ്മുടെ മാമാത്തിന്റെ കാർണേഷൻ ന്യൂഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാസിന്റെ ചില്ലി റെഡ് എന്ന് പറഞ്ഞൊരു ലിപ് ലൈനും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തായാലും ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ട് തന്നെ ലിപ് ലൈൻ ചെയ്യും. അത്യാവശ്യം ഡാർക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ ലിപ് ലൈൻ ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ലാക്മി ന്യൂ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്യും. സോ ഇത് ന്യൂഡ്, അതായത് ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അതൊരു 10 സെക്കൻഡിനുള്ളിൽ അതൊന്ന് ഡ്രൈ ആവും. സോ അത് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ഞാൻ ഈ ഒരു മാമാത്തിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഇതിന് മുകളിൽ കൂടെ ഞാൻ ഇടും. സോ ഇതൊരു ഇങ്ങനൊരു മിനിമൽ ഒരു കളർ വരും, അതായത് ഡാർക്ക് റെഡും അല്ല പക്ഷെ അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ളത്. സോ ഇനി ഞാൻ ഈ ഒരു കളർ ആയിരിക്കില്ല വെക്കുന്നത്. ഇതിൽ ഞാനൊരു പണി ചെയ്യും. ഞാനൊരു വെബ് ടിഷ്യൂ എടുക്കും. എന്നിട്ട് ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഗ്ലോസിനെസ് ഞാനിങ്ങനെ വൈപ്പ് ചെയ്ത് കളയും. സോ അതിൻ്റെ ഷെയ്ഡ് ഒന്ന് കുറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എനിക്ക് വേണ്ടതൊരു റെഡിഷ് ഒരു ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ആ ഒരു അപ്പർ പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യും. സോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കറക്റ്റ് ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്, അതായത് എനിക്ക് വേണ്ടതും എനിക്ക് ഇഷ്ടവുമുള്ള ആ ഒരു ഷെയ്ഡ് ഇതാണ്. സോ ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചൊരു ഡ്രൈനെസ് ആവും. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് പോയി അതുകൊണ്ടാണ്. സോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെറും മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ ഇത്രയുള്ളൂ. ചാ